നീണ്ട കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സോളാർ വിഷയം വീണ്ടും അലയടിച്ചൊരു ചർച്ചാ വിഷയമാവുകയാണ്. സോളാർ വിഷയം സരിത എസ് നായരും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ബന്ധം പിന്നീടത് പീഡനം അങ്ങനെ നിരവധി കേസുകളിലേക്ക് പോയി അവസാനം UDF സർക്കാരിനെയും ഉമ്മൻചാണ്ടിയെയും താഴെ ഇറക്കാൻ വരെയും വിധിച്ച ഒരു സംഭവമാണ് സോളാർ തട്ടിപ്പ് കേസ്. ഇതിൽ കളിച്ചിരിക്കുന്നത് മുഴുവനായിട്ടും ഈ ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ ഇപ്പോൾ മന്ത്രിയായി തുടരുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയും കൂടിയൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ്. ഇതിൽ പകുതിയോളം കോൺഗ്രസ്സുകാർക്കും ഇതിൽ പൂർണ്ണമായിട്ടും ബന്ധവുമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കൂടെ നിന്നിട്ട് അവർക്ക് കൈയിട്ട് വാരാനും അതുപോലെ തന്നെ അധികാരങ്ങൾ കിട്ടാതെ വരുന്നവർക്ക് അത് എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനും ചില ഗ്രൂപ്പ് കളികളിലൂടെയൊക്കെ നിരവധി ആളുകൾ കോൺഗ്രസിന്റെ തന്നെ ആളുകൾ ഇടതുപക്ഷത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനെ കരിവാരി തേച്ചുകൊണ്ട് ആ ഒരു UDFന്റെ ഭരണം ആ ഒരു സമയത്ത് 2016 സമയത്ത് താഴെ ഇറക്കിയിരുന്നു. ഇത് ഇപ്പോൾ പൊങ്ങി വരുന്നത് ഇങ്ങനെയാണ്. ഈ സോളാർ സമരത്തില് ഇവിടെ സമരം നിരവധി സ്ഥലങ്ങളിൽ സമരം നടന്നപ്പോൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞ സമയത്തുള്ള ആ ഒരു സമരം അത് വളരെയധികം മൂർച്ഛിതാവസ്ഥയിലായിരുന്നു ഇടതുപക്ഷം അത് ഏറ്റെടുത്തത്. അന്ന് ഇടതുപക്ഷം അത് സമരത്തിലേക്ക് പോകുമ്പോൾ അവിടെ കിടന്നും ഇരുന്നൊക്കെ സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ പറയുകയുണ്ടായത് ഉമ്മൻചാണ്ടി ഈ നിമിഷം ഭരണം വെച്ചൊഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇവരുടെ ഒരു അന്തർധാര വഴി താഴെ വഴി ജോൺ ബ്രിട്ടാസ് വഴി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വഴി കുഞ്ഞാലിക്കുട്ടി വഴി NK പ്രേമേന്ദ്രൻ വഴി അങ്ങനെ എല്ലാവരും കൂടിയായിട്ടൊക്കെ ചേർന്ന് ഒരു അടിത്തറയിലൂടെ ഒരു ചർച്ച കൊണ്ടുവന്നു. എങ്ങനെയെങ്കിലും സമരം നിർത്തണം എന്നിട്ട് ഒരു എഗ്രിമെന്റിൽ ഒരു നല്ലൊരു എഗ്രിമെന്റോട് കൂടി കൈകൊടുത്ത് പിരിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു അന്തർധാരയിൽ ഇവർ അവിടെ ഈ ഒരു സോളാർ കേസിലെ ഈ ഒരു സംഭവത്തിന് അവർ അന്ന് ആ ഒരു സമരം പിൻവലിച്ചു കഴിഞ്ഞു. ഇതില് ഇടതുപക്ഷവും പുണ്യാളന്മാരാണ്, വലതുപക്ഷവും പുണ്യാളന്മാരാണ്. അവർ രാഷ്ട്രീയപരമായിട്ട് വെള്ളയിട്ടുകൊണ്ട് മുഖത്തോട് മുഖം ചിരിക്കുകയും മാറി നിന്ന് ചീത്ത വിളിക്കുകയും ചെയ്തു പോവുകയാണ്. ഇതിൽ വിഡ്ഢികൾ ആരാണ്? വിഡ്ഢികൾ നമ്മുടെ കേരള സമൂഹത്തിലുള്ള ഇവരെയൊക്കെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ജനങ്ങളാണ് വിഡ്ഢികൾ. അക്ഷരം തെറ്റാതെ പറയാം, ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ കാണിച്ചു വെച്ചിരിക്കുന്ന വിഡ്ഢികൾ ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നുള്ള ഒറ്റ ഒരു പ്രവണത തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സോളാർ വിഷയത്തിൽ മാത്രമാണോ? അല്ല, ഇത് നിരവധി വിഷയങ്ങളിൽ ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരമുണ്ട്. ഇവർ തമ്മിലെന്നല്ല, കേന്ദ്രം ഭരിക്കുന്ന ആരാണോ അവരും സംസ്ഥാന സർക്കാരുമായിട്ടൊരു ഇതുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നിയമസഭാ ഇലക്ഷന് ഈ സുരേന്ദ്രന് BJPയുടെ വക 450ഓളം കോടി രൂപ കള്ളപ്പണം ഇവിടെ വന്നിട്ട് ആ കേസ് ഇപ്പോഴും എവിടെയെങ്കിലും ഒന്ന് എഴുതിയെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇല്ല. ആ ഒരു കേസിനെ അവർ ബടാ ദോസ് രീതിയിൽ സംസാരിച്ച് തീർത്തു. ഇതുപോലെ തന്നെ ഇതുകൊണ്ടും തീരുന്നില്ല. ലാവലിംഗ് കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ വരാന്തകളിൽ അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു, ഈ വാതിലിൽ നിന്നെടുത്ത് അപ്പുറത്ത് തട്ടുന്നു. 450,000 എത്ര വട്ടം കണ്ട് മാറ്റി വെച്ചെന്നൊക്കെയാണ് കേട്ടത്. ഈ മെനഞ്ഞാന്നും കൂടി ആ ഒരു കേസ് മാറ്റിവെച്ചു. ഇത് ഇവരുടെ ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു അന്തർധാര, ഒരു ടൈപ്പാണ്. ഇവർ തമ്മിൽ ഇങ്ങനെ കൈ കൊടുത്ത് ഷേക്കാൻഡ് കൊടുത്ത് അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് തൊലിക്കട്ടി എന്ന് പറയുന്നുള്ളവനിക്ക് മാത്രമേ ഇതിൽ തുടർന്ന് പോകാകൂ രാഷ്ട്രീയത്തിൽ. അപ്പം ഇവിടെ സോളാർ കേസിനെ ചൂണ്ടിക്കാട്ടുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നുള്ളതാണ്. അന്ന് വിശ്വസ്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതിനുശേഷം അച്യുതാനന്ദനെയൊക്കെ പിഴ ചുമത്തുന്നതൊക്കെ കേട്ടിരുന്നു കോടതി 2019. ആ കേസിൽ ഒരു തെളിവുമില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം പാവപ്പെട്ടവനെ ആ ഒരു നല്ല പേരിൽ ഒന്ന് അഭിമാനിക്കാൻ പോലും അവസരം കിട്ടാതെ പുള്ളി നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. ആലോചിച്ച് നോക്കുക, ഒരു ഭരണം നല്ല രീതിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് താഴെ ഇറക്കിയിട്ട് അവര് താഴെ ഇറക്കിയതും പോരാ, പിന്നീടും അതിൻ്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റും കയറ്റി ജനങ്ങളെ കോമാളിയാക്കുമല്ലേ. ഇതുപോലെ തന്നെ നിരവധി സംഭവങ്ങളില് ലീഗിന്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള അരിയിൽ ഷുക്കൂർ വധക്കേസില് ഈ ഇടതുപക്ഷത്തിലുള്ള ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്ന് ഈ പാവപ്പെട്ടവനെ കൊന്നു കളഞ്ഞിട്ട്
അകത്ത് വലിയ രീതിയിലുള്ള അന്തർധാര ഒരു ചർച്ച നടന്നിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ സുധാകരനൊക്കെ ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ ഒത്തുറപ്പാക്കിയിട്ടുണ്ട് ആര്യൽ ഷുക്കൂർ വധക്കേസ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ ഇതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു എന്താണ് മുന്നിലോട്ടൊരു സത്യമായിട്ട് വരത്തില്ല. ഒരു ചാനലുകളിലോ ഒരു ഔദ്യോഗികമായിട്ടൊരു ചാനലുകളോ ഒന്നും ഏറ്റെടുത്തുകൊണ്ട് അത് പറയത്തില്ല. പക്ഷെ എല്ലാവർക്കും ഇതൊക്കെ അറിയാം. എന്നാലോചിച്ച് നോക്കുക, എത്രമാത്രം ജനങ്ങളെ രാഷ്ട്രീയക്കാര് വഞ്ചിക്കുന്നു, വിഡ്ഢികളാക്കുന്നു. അതിപ്പോ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചാലെന്നാണ്? അല്ല, ഏത് പാർട്ടി ഭരിച്ചാലും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അധികാരമോഹികൾ പണത്തിന്റെ പണം എത്രത്തോളം ആർത്തി ഉണ്ടോ അതിനനുസരിച്ചുള്ള എല്ലാ അഹങ്കാരങ്ങളും ഈ രാഷ്ട്രീയക്കാർ കാണിക്കും. കൂടുതലും അധികാരമോഹങ്ങളാണ്, തട്ടിപ്പ്, വെട്ടിപ്പ്. അധികാരവും പണവുമാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ മെയിൻ അജണ്ട. നമ്മളെ മമ്മൂട്ടി അഭിനയിച്ച വണ്ണം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, സ്വന്തം പാർട്ടിയിലുള്ള മന്ത്രിമാർ തന്നെ കൈയിട്ട് വരുന്നു, കൈക്കൂലി വാങ്ങുന്നു. അങ്ങനെ ഈ നല്ല പ്രതിഷ്ഠയുള്ള ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ നോക്കുന്ന ഒരു കാര്യം നമ്മൾ സിനിമയിലൂടെ കണ്ടതാണ്. അത് എനിക്ക് ആ സിനിമ കണ്ടപ്പം എല്ലാവരും പിണറായി വിജയനെയാണ്, പക്ഷെ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ മനസ്സിൽ വന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അഭിനയിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ എടുത്ത് മമ്മൂട്ടിയെ പകർപ്പ് വെച്ചിരിക്കുന്നു എന്നതാണ് എന്റെ മനസ്സിൽ വന്നത്. നിങ്ങളെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്തെന്നിരുന്നാലും ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു കഥാപാത്രമാണ് ഉമ്മൻചാണ്ടി. ഇപ്പോഴും നിന്നും പുള്ളി പിരിഞ്ഞു പോയിട്ടില്ലായിരുന്നെങ്കിൽ, നമ്മളെ കൂട്ടത്തിൽ നിന്നും പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും പുള്ളിയെ സല്യൂട്ട് അടിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കഴമ്പും ഇല്ലാത്ത കാര്യമായിരുന്നു സോളാർ എന്ന് പറയുന്ന കേസ്. ഈ സരിതയൊക്കെ പിടിച്ച് ഈ നിയമങ്ങളെ എടുത്ത് വളച്ചൊടിക്കാൻ വേണ്ടി എടുത്തതിന്റെയൊക്കെ കേസുകളെല്ലാം കൂടി ചുമത്തി മാനഹാനിക്കും എല്ലാം കൂടി കേസെടുത്തുകൊണ്ട് ഇവളെ ഒരിക്കലും ഇറക്കാത്ത രീതിയിൽ അകത്താക്കണമായിരുന്നു. അതുപോലെ തന്നെ ഗണേഷ് കുമാറിനെയൊക്കെ കൊണ്ടുവരണമായിരുന്നു, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമായിരുന്നു. ഗണേഷ് കുമാറിനൊക്കെ നല്ല പങ്കുണ്ട് ഇതില്. ഇവരുടെ തമ്മിലുള്ള ഒരു ഷേക്കാൻഡ് കൊടുപ്പിലാണ് ഗണേഷ് കുമാർ ഈ വലിയൊരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത്. ഗണേഷ് കുമാർ തന്നെയാണ് ഇപ്പോൾ 2.5 കൊല്ലം മന്ത്രിയാവാൻ വേണ്ടി ഇപ്പൊ കയറിയിരിക്കുന്നത്. അത് അന്നത്തെ ആ സോളാർ കേസിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. നമ്മളെ മനുഷ്യര്, നമ്മളെ ജനങ്ങള് ഇത് വിഡ്ഢികളാകുകയാണ്. അണികൾക്ക് കുഴപ്പമില്ല, അണികൾ പിന്നെയും ഇവരെ കൂടെ നടന്നുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് പൈസ ഊറ്റിക്കൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ആവുമെന്നെങ്കിലും പറയും. അല്ലെങ്കിൽ അണികളുടെയൊക്കെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു കൗൺസിലറിന്റെ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അംഗനവാടിയിലെങ്കിലും ഒരു ടീച്ചറായിട്ടെങ്കിലുമൊക്കെ പിടിച്ച് കയറ്റും. അതുകൊണ്ട് അണികൾക്കൊന്നും കുഴപ്പമില്ല. നമ്മളെ ഈ രാഷ്ട്രീയത്തിനോട് ചൊവ്വയില്ലാത്തവര്, രാഷ്ട്രീയം വശമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരു 50-60% ജനങ്ങളുണ്ട്. 60 കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ. ആ ജനങ്ങൾ വെറും വിഡ്ഢികളാവുകയാണ്. അന്ന് 2016 സമയത്ത് UDF ഏറ്റവും വലിയ അഴിമതിക്കാരാണെന്നാണ് പറഞ്ഞത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? 2019 സമയങ്ങളിലായപ്പോഴത്തേക്ക് UDF അന്നൊന്നും ചെയ്തിട്ടില്ല, പുണ്യാളന്മാരായിരുന്നു. കള്ളം പറഞ്ഞ ഇടതുപക്ഷം ഭരണത്തിൽ ഇപ്പോഴും വീണ്ടും 10ാമത്തെ കൊല്ലം തുടർന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാതിരിക്കുക. ഈ വെള്ളയിട്ട തെണ്ടികള്, അങ്ങനെയൊക്കെ പറയാനൊക്കത്തുള്ളൂ. തെണ്ടികള് ഒരിക്കലും ജനങ്ങളെ വിഡ്ഢികളാക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.